ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ എവിടെയെന്ന് അറിയാൻ വന്നിരിക്കുന്നത് ഇത് മാംഗോ ബേക്കേഴ്സിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഗുരുവായൂർ റൂട്ടാണ്. ഗുരുവായൂരിലേക്ക് പോണ ഓൺ ദ വേ ആണ് കേട്ടോ. അവിടെ കേച്ചേരി എന്ന സ്ഥലത്താണ് ഈ മാംഗോ ബേക്കേഴ്സ് ഉള്ളത്. ബേക്കറിയുടെ സൈഡിൽ തന്നെ അവരുടെ തന്നെ ജ്യൂസ് ഷോപ്പാണുള്ളത് കേട്ടോ. അവിടെ ഒരുപാട് തരം ജ്യൂസുകളും അതുപോലെ ഷേക്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നല്ല ടേസ്റ്റുള്ള ഷേക്സ് ഒക്കെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഗുരുവായൂർക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഭയങ്കര ചൂടാകുമ്പോൾ ഒരു ഷേക്കൊക്കെ കുടിക്കാൻ ആർക്കാ തോന്നാത്തത് അല്ലേ? ഈ ചൂട് കാലത്ത് ഷേക്ക് കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവില്ലേ? അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇത് കണ്ടുപിടിച്ചു കേട്ടോ. മാംഗോ ബേക്കേഴ്സ് ആണ്. നല്ല അടിപൊളി ഷേക്കാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും ഓർഡർ ചെയ്തത് ഇളനീരിൻ്റെ ഷേക്ക് ഉണ്ടല്ലോ, ടെൻഡർ കോക്കനട്ട്, അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഇവർ നമുക്ക് ജ്യൂസ് ഷേക്ക് കടിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതെങ്ങനെ അടിക്കാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടെൻഡർ കോക്കനട്ട് ഇളനീര് എങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നത്, ഷേക്ക് അടിക്കാൻ നമുക്ക് അറിയാം. എന്നാലും ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒരു രസം തോന്നി കേട്ടോ. ടെൻഡർ കോക്കനട്ടിൻ്റെ അതായത് ഇളനീരിൻ്റെ ഐസ്ക്രീം നമുക്ക് ലഭ്യമാണല്ലോ. അപ്പോൾ അതെടുത്തിട്ട് അതിൽ നിന്നെന്താ നോക്കൂ, 2 സ്കൂപ്പ് വലിയ സ്കൂപ്പ് എടുത്ത് തരുവാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ വെച്ച് നല്ല വൃത്തിയോടുകൂടി 2 മലയാളി കുട്ടികളാണ് കേട്ടോ, മലയാളി പെൺകുട്ടികളാണ്. നല്ല രീതിയിൽ അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതിനി ഗുരുവായൂർക്ക് പോകുമ്പോൾ നല്ല കൂളായിട്ട് പോകാം കേട്ടോ. നല്ല രസമായിട്ട് നല്ല തണുത്ത, പ്രത്യേകിച്ചും ചൂടുകാലം കൂടി ആകുമ്പോൾ നല്ല തണുത്ത ഷേക്കൊക്കെ കുടിച്ച് പോകുമ്പോൾ നല്ല രസമല്ലേ. അതേപോലെ തന്നെ നല്ല ചായയും കാപ്പിയും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് കൂടാതെ ഒരുപാട് സ്നാക്സും ഉണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് പോകാം. അതിനുമുമ്പ് ഈ ഷേക്ക് അടിക്കണമെന്ന് കണ്ടിട്ട് വന്നാലും നമുക്ക് ഇതാ ടെൻഡർ കോക്കനട്ട് ഇല്ലത് ഇളനീരിൻ്റെ ഐസ്ക്രീം ബോക്സ് ആണ് കേട്ടോ ആ മുന്നിലുള്ളത്. അതിൽ നിന്ന് 2 സ്കൂപ്പ് അതെടുത്തിട്ട് പിന്നെ ഈ സ്റ്റീൽ പാത്രത്തിനകത്ത് പാലിങ്ങനെ തണുപ്പിച്ച് നല്ല ഐസായിട്ട് അതിങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും 2 സ്കൂപ്പ് അത് കിട്ടും. കാരണം പാലിങ്ങനെ ഐസായിട്ട് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നല്ല ഐസിൻ്റെ പൊടിയില്ല, അതുപോലെ പാല് കട്ടിയായിട്ട് അങ്ങനെ പൊടിച്ച് വെച്ചേക്കണം. ആ വലിയൊരു സ്റ്റീൽ പാത്രം അതിൽ നിന്ന് 2-3 സ്പൂൺ വലിയൊരു കയ്യിൽ നിന്ന് തന്നെ പറയാം, അതിനകത്ത് അങ്ങനെ അത്ര എടുത്തിട്ടു. പക്ഷേ ഇത് ഓണാക്കി മിക്സി ഓണാക്കുമ്പോൾ ചെന്തും കൊണ്ട് മിക്സ് ആവുന്നില്ല. അപ്പോൾ ഒരു 1/4 ഗ്ലാസ്സിനും കുറവ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു എന്നാലേ അത് മിക്സ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് മിക്സി ഓണാക്കി കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പക്ഷേ അപ്പോൾ താഴത്തെ ഐസ്ക്രീമും മുകളിലെ പാലിൻ്റെ ആ ഒരു പാല് ഐസായ ആ പൊടി അതാണ് കേട്ടോ. നമ്മൾ മിൽമപ്പാൽ ഇങ്ങനെ അതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചപ്പാത്തി കോല് വെച്ച് ഇങ്ങനെ അടിച്ച് പരത്തണമല്ലോ. എന്നാൽ മാത്രമല്ലേ അടിച്ചിങ്ങനെ പൊട്ടിച്ചാലേ അതിനെടുത്ത് ഷേക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഫ്രീസായ പാലിങ്ങനെ പൊട്ടിച്ച് ഐസിൻ്റെ പൊടി പോലെ, അതായത് പാല് കട്ടിയായതിൻ്റെ പൊടിയാണ് ആ ഒരു സ്റ്റീൽ ചരുവത്തിനകത്ത് കണ്ടത് കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ മിക്സ് ആവാൻ വേണ്ടി ഒന്ന് സ്പൂൺ കൊണ്ടുകൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയും ഇതൊക്കെ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഓണാക്കി. അപ്പോൾ മറ്റേ കുട്ടി അവിടെ നിന്ന് ഒരു ഗ്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ തന്നെ ഒരു പല കളറിലെ സിറപ്പ് ഒഴിക്കുക. അപ്പോൾ ഇതിപ്പം ഓറഞ്ച് കളറിലൊരു ഗ്ലാസ്സിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇട്ട് റെഡിയാക്കിയേക്കുവാണ് കേട്ടോ. അപ്പം ആ ഗ്ലാസ്സിലേക്കാണ് നമ്മുടെ ഷേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഗ്ലാസ് ഇപ്പോൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്കിപ്പോൾ തരും കേട്ടോ. ഞാനാണെങ്കിൽ നോക്കിയിരിക്കും കേട്ടോ, ഞാനും മോളും കൂടി നോക്കിയിരിക്കും. നല്ല ചൂട് കേട്ടോ. ഒരു ഷേക്ക് കുടിക്കാൻ കൊതിയായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അടിപൊളി നല്ല പ്രിപ്പറേഷൻ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കുകയാണ്. നല്ല വൃത്തിയോടുകൂടി നമ്മുടെ മലയാളി കുട്ടികളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പഴയ നൊസ്റ്റാൾജിക് തോന്നിപ്പോയി കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ ഇന്ന് ഷേക്കൊക്കെ വാങ്ങിച്ച് കുടിക്കാറില്ലേ, ആ ഓർമ്മയിലേക്ക് പോയി കേട്ടോ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ 2 ദിവസം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ തൊട്ടപ്പുറത്തെ കടയിൽ ഇതുപോലെ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ തൊട്ട് കോളേജിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ കടകളൊക്കെ ഉണ്ടാവുമല്ലോ, ഷേക്കിൻ്റെ കടയൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഷേക്ക് കുടിക്കാനൊക്കെ പോയി നിൽക്കുന്നതൊക്കെ ഞാനിങ്ങനെ അവിടെ നിന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഈ ഒരു ഷേക്ക് മാത്രമല്ല കേട്ടോ, ഇളനീരിൻ്റെ ഷേക്കിന് ഉപരി വാനില, അതുപോലെ തന്നെ ചോക്ലേറ്റ്, പിന്നെ സ്ട്രോബെറി, ബട്ടർസ്കോച്ച്, അങ്ങനെ എല്ലാ ഷേക്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇളനീർ ഷേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹം കേട്ടോ. അങ്ങനെയാണ് ഇളനീർ ഷേക്ക് കുടിക്കാനായിട്ട് വന്നത്. പക്ഷേ എന്നും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ പണ്ടത്തെ ഷാർജ ഷേക്കാണ് കേട്ടോ. പഴുത്ത ഞാനിപ്പോഴും കപ്പലണ്ടിയും പാലും ഹോർലിക്സൊക്കെ അടിക്കുന്ന ഷാർജ ഷേക്കിനെ വെല്ലാനായിട്ട് ഏതെങ്കിലും ഷേക്കിന് പറ്റുമോ അല്ലേ? ഞാനും മോളും ഷേക്ക് കുടിക്കാനായിട്ട് കൊതി പിടിച്ച് അവിടെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. പറയുമ്പോൾ ഇത്തിരി കരിക്കിൻ്റെ ഷേക്കാണ്, പക്ഷേ അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റും ഒന്നും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ, തൃശ്ശൂർ വഴി പോകുമ്പോൾ ഇത് മറക്കണ്ട കേട്ടോ. ഈ മാംഗോ ബേക്കേഴ്സ് ഇതാണ് നമ്മുടെ കരിക്കിൻ്റെ ഷേക്ക്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അതിൻ്റെ മുകളിൽ ഒരുപാട് നട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് കശുവണ്ടിയും കപ്പലണ്ടി അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടിക്കൊക്കെ ചെറിയൊരു ഉപ്പുരസമില്ല. അപ്പോൾ അത് ഈ ഷേക്കിൻ്റെ കൂടെ ആയപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പം നമുക്ക് സ്പൂണും അതുപോലെ ഒരു സ്ട്രോയും കൂടി തന്നിട്ടുണ്ട്. സ്പൂണാകുമ്പോൾ നമുക്ക് കപ്പലണ്ടിക്ക് കൂടി കഴിക്കുകയും ചെയ്യാം, സ്ട്രോയിൽ കൂടി നമുക്ക് ഷേക്ക് കുടിക്കുകയും ചെയ്യാം. അങ്ങനെ നല്ല തണുത്ത ഷേക്കൊക്കെ കുടിച്ച് അങ്ങനെ സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാനും മോളും കൂടി ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഷേക്കാണ് വാങ്ങിച്ചത്. പിന്നെ ഹസ്ബൻഡ് ഒരു മുന്തിരിയുടെ ജ്യൂസാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം മുന്തിരി ആണെങ്കിലും ഉണ്ടല്ലോ
എനിക്ക് പല പ്രാവശ്യം അനുഭവമാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിന്നാലും മുന്തിരിയുടെ ജ്യൂസ് അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. കാരണം മുന്തിരി കഴുകില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, അത് കഴുകി കുപ്പിയിലിട്ട് വെച്ചേക്കുവാണ് എന്നവർ പറയുമെങ്കിലും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യമാണ്, ശരിയല്ലേ? പക്ഷേ ഇവരുണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ആ മുന്തിരിയൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നിട്ട് 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ച് തന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ മുന്തിരി ജ്യൂസ് കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചോ കേട്ടോ. കാരണം നന്നായിട്ട് നമ്മുടെ മുമ്പിൽ കഴുകിയിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നോക്കി എന്തെല്ലാം ഐറ്റംസാണെന്നറിയോ. ഞങ്ങളിപ്പോൾ ഈ വഴി കൂടി പോയപ്പോൾ 4 മണി 5 മണി ആവാറായി. അപ്പോൾ അതുകൊണ്ടാണ് സ്നാക്സൊക്കെ ഒന്ന് തീർന്നത്. പക്ഷേ ഒരുപാട് കട്ട്ലേറ്റും പപ്സും അതുപോലെ പനീർ പപ്സ്, ചിക്കൻ 65ൻ്റെ പപ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്നാക്സും ചായ കാപ്പി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ജ്യൂസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ കട്ട്ലേറ്റാണ് കേട്ടോ. കട്ട്ലേറ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ സ്നാക്സൊക്കെ നല്ല തന്നെ ഇലയുടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുന്തിരി ജ്യൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഉണ്ടല്ലോ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മുന്തിരി ജ്യൂസ് ഞാൻ മാത്രമല്ല ഇപ്പോൾ ഇഷ്ടപ്പെട്ട് ആരും വാങ്ങിച്ച് കുടിക്കില്ല, ശരിയല്ലേ? കാരണം വെച്ചാൽ നമ്മൾ വീട്ടിലടിച്ച് കുടിക്കുക, നമ്മൾ അതിനെ കഴുകിയിട്ടായിരിക്കും എടുക്കണം. ഇതൊന്നും ഇപ്പോൾ കഴുകുമെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഇതൊന്നും നമ്മുടെ മുമ്പിൽ വെച്ച് എത്ര പ്രശ്നം ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഒന്ന് കഴുകാനൊന്നും അവരോട് പറയേണ്ട ആവശ്യം പോലും വന്നില്ല. ആ ലേഡീസ് നല്ല രീതിയിൽ 4-5 പ്രാവശ്യമാണ് അത് നന്നായിട്ട് കഴുകിയെടുത്തത്. അപ്പോൾ നല്ല സുഖമായിട്ട് ജ്യൂസ് കുടിക്കാൻ, ധൈര്യമായിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മുന്തിരി ജ്യൂസ് കുടിക്കണമെങ്കിലും അതുപോലെ തന്നെ ഏത് ഷേക്ക് കുടിക്കണമെങ്കിലും ധൈര്യമായിട്ട് വന്നു തുടങ്ങി. മുന്തിരി ജ്യൂസ് മാത്രമല്ല ഏത് ജ്യൂസും ഞാൻ മുന്തിരിന്ന് എടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് പനീറിൻ്റെ പപ്സ് കേട്ടോ. അപ്പോൾ ഒരു കട്ട്ലേറ്റ് ഒരു പനീർ പപ്സുമാണ് വാങ്ങിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ചായ കാപ്പി അങ്ങനെ എല്ലാം കുടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് കൂടുതൽ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിവിടെ ജ്യൂസ് അടിക്കാനും കൂടി വേണ്ടിയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കിത് വാങ്ങിക്കാം, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. ഫ്രൂട്ട്സ് നമുക്ക് വേറെ സ്ഥലത്ത് വാങ്ങിയത്. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചതാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണെന്ന് പറയുവാണ്. പിന്നെ അത് കൂടുതൽ ബേക്കറിക്കകത്തേക്ക് കൂടി ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഒരുപാട് നമ്മൾ ബേക്കറികളെല്ലാം കാണുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്തൊന്നും വാങ്ങിയില്ല. എന്നാലും ഞാനൊരു ഇത്രയും ചൂട് വന്നപ്പോൾ ഒരു ഷെയ്ക്ക് കുടിക്കാനായിട്ട് ആഗ്രഹം തോന്നിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർത്തോട്ടോ, ഇനി എപ്പോഴെങ്കിലും ഗുരുവായൂരിലേക്ക് തൃശ്ശൂർ വഴി പോകുമ്പോൾ കേച്ചേരിയിൽ മാംഗോ ബേക്കേഴ്സ് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ തമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ തൃശ്ശൂർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ തന്നെ കൂളായിട്ട് തന്നെ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.